Good afternoon. Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon. Okay. പിന്നെ ഇന്നത്തെ കാര്യങ്ങളൊക്കെ എല്ലാവരും വായിച്ചോ? ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റല് വായിച്ചു മാം. വായിച്ചല്ലേ? മനസ്സിലായില്ലേ? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഇല്ല. ഇല്ലല്ലേ? അപ്പൊ ഒന്ന് പറഞ്ഞേ, സ്മോൾ ഹോസ്പിറ്റൽ എന്താണ്? സ്മോൾ ഹോസ്പിറ്റൽ ഒന്ന് പറഞ്ഞേ. The hospital with approximately 30 or less beds. They have limited resources and do not offer highly end care. Majority of the hospitals in India are small hospitals. It outsources various services such as laboratory, radiology, and pharmacy. Basic level of intensive emergency care and surgical care. Okay. ഇനി മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽ ആണെങ്കിലോ? മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽ എന്താന്ന് പറഞ്ഞേ? മിഡ് സൈസ്ഡ് വേറെ ആരെങ്കിലും ഒരാള് പറ. ഇപ്പൊ പറഞ്ഞ കുട്ടിയല്ലാതെ വേറെ ആരെങ്കിലും ഒരാള് പറ. പറ, സമയം പോണം. ആരുമില്ല പറയാനായിട്ട്? ഇപ്പൊ ആരാ പറഞ്ഞേ? പറഞ്ഞല്ലേ? അശ്വതി എന്ന് പറഞ്ഞേ. അശ്വനി ബി പ്രസാദ് പറയാമോ? പറയുന്നില്ല. ഫാൻസി ജോഷി Hospital, we have 30 to 100 beds. പിന്നെ Very popular in India. They have more resources and better equipment. Treatment level of emergency and intensive care. And non-clinical services such as food, laundry, housekeeping, and usually sourcing to the hospital. ഓക്കെ. ഇനി ലാർജ് ഹോസ്പിറ്റൽ ഒരാള് പറഞ്ഞേ. ലാർജ് അവിടെ വരെയല്ലേ നമ്മൾ നിലനിർത്തിയത്? ലാർജ് ഹോസ്പിറ്റല് ഒരാള് പറ വേഗം. പറഞ്ഞ തന്നെ പറഞ്ഞു ഒന്ന്. ലാർജ് ഹോസ്പിറ്റല് more than 100 beds. It offers multiple specialty and super specialty services. It has plentiful resources. Typically have completely developed ICU and operation theater complex. ഓക്കെ. ഇനി നമ്മൾ അടുത്തത് എന്താണ്? ഇപ്പൊ നമ്മൾ സൈസിന്റെ അടിസ്ഥാനത്തിലാണ് സ്മോൾ എന്നും മിഡ് സൈസ്ഡ് എന്നും ലാർജ് ഹോസ്പിറ്റൽ എന്നും ഹോസ്പിറ്റൽ തരംതിരിച്ചത് അല്ലെ? അപ്പൊ നമുക്ക് അറിയാൻ പറ്റിയല്ലോ, അത് വായിച്ചപ്പോഴും അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നപ്പോഴും അറിയാൻ പറ്റി അതിന്റെ ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് അല്ലെ? ഓക്കെ. ബെഡ്സ് ആണ് കൂടുതൽ ഇതായിട്ട് വരുന്നത്. പിന്നെ അവിടെ നൽകുന്ന സർവീസസിന്റെ കാര്യത്തിലും ചില വ്യത്യാസങ്ങൾ വരും. ഓക്കെ. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ലെവൽ ഓഫ് കെയർ ആണ് കേട്ടോ. ലെവൽ ഓഫ് കെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് പരിചരണത്തിന്റെ ലെവല്. എങ്ങനെയുള്ള പരിചരണം, അതായത് പരിചരണം കൊടുക്കുന്ന ലെവൽ എങ്ങനെയാണ് എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ട് ഹോസ്പിറ്റലിനെ തിരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ കെയറിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് നമുക്ക് ഹോസ്പിറ്റലിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കാം. Another basic of classifying hospital is level of care, which are basically 3 primary care, secondary care and tertiary care. അതായത് മറ്റൊരു തരത്തിലുള്ള ഹോസ്പിറ്റലിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് 1 പ്രൈമറി കെയർ എന്നും 2 സെക്കൻഡറി കെയർ എന്നും 3 ടെർഷ്യറി കെയർ എന്നുമാണ്. അതായത് പ്രൈമറി കെയർ എന്ന് പറഞ്ഞാല് പ്രാഥമിക പരിചരണം എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. സെക്കൻഡറി കെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ്വിതീയ പരിചരണം, അതായത് രണ്ടാമത് കൊടുക്കുന്ന. ഇനി ടെർഷ്യറി കെയർ എന്ന് പറഞ്ഞാല് തൃതീയ പരിചരണം അഥവാ മൂന്നാമത് കൊടുക്കുന്ന. അങ്ങനെയുള്ള രീതിയിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ലെവൽ ഓഫ് കെയറിന്റെ അടിസ്ഥാനത്തിൽ ഇതിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് പ്രൈമറി കെയർ എന്ന് കേട്ടോ. പ്രൈമറി കെയർ: the hospitals that provide basic medical care such as outpatient consultation, vaccination, medicine for simple ailment or seasonal infection, normal deliveries, etc. are called primary care hospitals. In government system, primary health centers, PHC, are the hospitals that provide primary care. Primary care hospitals are simple organization with limited resources.
അതായത് ഒരു ഹോസ്പിറ്റല് ബേസിക് ആയിട്ടുള്ള മെഡിക്കൽ കെയർ കൊടുക്കുകയാണെങ്കിൽ, ഇപ്പോ ബേസിക് ആയിട്ടുള്ള മെഡിക്കൽ കെയർ എന്ന് പറയുന്നത് ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ, അതായത് പുറത്തുനിന്ന് വരുന്ന രോഗികളെ പരിശോധിക്കുന്നു. അതെന്ന് പറയുന്നത് എന്താണ്? ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ അല്ലേ? അതൊരു ബേസിക് ആയിട്ടുള്ള മെഡിക്കൽ കെയർ ആണ്. കൂടാതെ വാക്സിനേഷൻ കൊടുക്കുന്നു. ചില രോഗികൾക്ക് അല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ എന്താണ് വാക്സിനേഷൻ കൊടുക്കുന്നത്. പിന്നെ മെഡിസിൻ ഫോർ സിമ്പിൾ എയിൽമെന്റ്, അതായത് ഗുരുതരമല്ലാത്ത രോഗങ്ങൾക്ക് മരുന്നുകൾ കൊടുക്കുന്നത്. പിന്നെന്താണ്? സീസണലായിട്ട് വരുന്ന ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാവില്ലേ, നമുക്കിപ്പോ ഓരോ സീസൺ അനുസരിച്ചിട്ടാണ് പല രോഗങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ? അപ്പൊ അതിനെന്താണ് മരുന്ന് കൊടുക്കുന്നത്. പിന്നെ എന്താണ്? നോർമൽ ഡെലിവറീസ്, അതായത് നോർമൽ ഡെലിവറികൾ അറ്റൻഡ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ഹോസ്പിറ്റലുകളെയാണ് എന്ത് പറയുന്നത്? പ്രൈമറി കെയർ ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ്? അതായത് പ്രൈമറി കെയർ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാല് രോഗികൾക്ക് ബേസിക് ആയിട്ടുള്ള മെഡിക്കൽ കെയർ കൊടുക്കുന്ന ഹോസ്പിറ്റലുകളെയാണ് അങ്ങനെ വിളിക്കുന്നത്. അതിനകത്ത് പെടുന്നത് ഒന്ന് ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ ആണ്, അതായത് പുറത്തു നിന്നുള്ള രോഗികൾക്ക് ചികിത്സ നൽകുന്നു. കൂടാതെ വാക്സിനേഷൻ കൊടുക്കുന്നു. മെഡിസിൻ ഫോർ, അതായത് ഗുരുതരമല്ലാത്ത രോഗങ്ങൾക്ക് മരുന്നുകൾ കൊടുക്കുന്നു. പിന്നെ സീസണൽ ഇൻഫെക്ഷൻസിന് എന്ത് കൊടുക്കുന്നു? മരുന്നുകൾ കൊടുക്കുന്നു. നോർമൽ ഡെലിവറീസ് അറ്റൻഡ് ചെയ്യുന്നതൊക്കെ ആരാണ്? പ്രൈമറി കെയർ ഹോസ്പിറ്റൽസ് ആണ്. ഇതൊക്കെ നമുക്ക് പ്രൈമറി കെയർ ഹോസ്പിറ്റൽസിൽ കാണാൻ പറ്റുന്ന സേവനങ്ങളാണ്. എന്തൊക്കെ? ഇതൊക്കെ കേട്ടോ. അപ്പൊ അതൊന്ന് പഠിച്ചു വെക്കുക കേട്ടോ. അപ്പൊ ഇങ്ങനെയുള്ള, അതായത് ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ, വാക്സിനേഷൻ, മെഡിസിൻ ഫോർ സിമ്പിൾ എയിൽമെന്റ് ആൻഡ് ഓർ സീസണൽ ഇൻഫെക്ഷൻ, നോർമൽ ഡെലിവറീസ്, ഇതൊക്കെ ചെയ്യുന്നത് ആരാണ്? പ്രൈമറി കെയർ ഹോസ്പിറ്റൽസ് ആണ് കേട്ടോ. അവര് ചെയ്യുന്ന ഫങ്ഷൻസ് ആണ് ഇതൊക്കെ. ഇനി ഇൻ ഗവൺമെന്റ് സിസ്റ്റം പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് PHC ആർ ദ ഹോസ്പിറ്റൽസ് ദാറ്റ് പ്രൊവൈഡ് പ്രൈമറി കെയർ. അതായത് നമ്മൾ ഗവൺമെന്റ് സിസ്റ്റത്തിൽ നിന്ന് നോക്കി കാണുകയാണെങ്കിൽ, ഗവൺമെന്റിന്റെ ഒരു സിസ്റ്റത്തിലോട്ട് നോക്കുകയാണെങ്കിൽ പ്രൈമറി ഹെൽത്ത് സെന്റർ അഥവാ PHC ആണ് പ്രൈമറി കെയർ കൊടുക്കുന്ന ഹോസ്പിറ്റലുകൾക്ക് എക്സാമ്പിൾ ആയിട്ട് വരിക. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞതാണ് സബ് സെന്റർ, PHC, CHC ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പൊ PHC ആണ് എന്ത് കൊടുക്കുന്നത്? പ്രൈമറി കെയർ കൊടുക്കുന്ന ഹോസ്പിറ്റലുകൾക്ക് ഉദാഹരണം. അപ്പോ നിങ്ങളുടെ തൊട്ടടുത്തുള്ള പ്രൈമറി ഹെൽത്ത് സെന്റർ അഥവാ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ചെന്നാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും എന്താണ്? ബേസിക് ആയിട്ടുള്ള മെഡിക്കൽ കെയർ ആയ ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ അവിടെ കൊടുക്കുന്നുണ്ട്, വാക്സിനേഷൻ കൊടുക്കുന്നുണ്ട്, മെഡിസിൻ ഫോർ സിമ്പിൾ എയിൽമെന്റ് കൊടുക്കുന്നുണ്ട്, പിന്നെ സീസണൽ ഇൻഫെക്ഷൻ മരുന്ന് കൊടുക്കുന്നുണ്ട്, നോർമൽ ഡെലിവറീസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ആരാ ചെയ്യുന്നത് ഇതൊക്കെ? ഏത് ഹോസ്പിറ്റലാ ചെയ്യുന്നേ? ഏതാ ചെയ്യുന്നേ? PHC ആണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ. ഇനി പ്രൈമറി കെയർ ഹോസ്പിറ്റൽസ് ആർ സിമ്പിൾ ഓർഗനൈസേഷൻ വിത്ത് ലിമിറ്റഡ് റിസോഴ്സസ്. പക്ഷെ ഒരു കാര്യം ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട്, പ്രൈമറി കെയർ ഹോസ്പിറ്റൽസ് ഇങ്ങനെയൊക്കെ കൊടുക്കുമെങ്കിലും, ഇങ്ങനെയുള്ള സർവീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിലും അതൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ് വിത്ത് ലിമിറ്റഡ് റിസോഴ്സസ്. അതായത് വളരെ കുറച്ച് വിഭവങ്ങൾ അല്ലെങ്കിൽ റിസോഴ്സസ് മാത്രം ഉപയോഗിച്ചുകൊണ്ടാണ് അത് പ്രവർത്തിക്കുന്നത്. ഓക്കെ, മനസ്സിലായോ പ്രൈമറി കെയർ എന്താണെന്ന്? ക്ലിയർ ആയോ? പറയണോ? ആ, ക്ലിയർ ആയല്ലേ? ഓക്കെ. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സെക്കൻഡറി കെയർ ആണ്. These are hospitals that offer medical care which is one level higher than primary care. Such hospital will offer treatments such as general surgery, non-complex specialty surgeries, basic intensive care, clinical procedure, cesarean delivery, etc. In government system, community health center, CHC, and divisional and district hospitals are considered as secondary care level hospitals. Secondary care hospitals are better resources than primary hospitals and handle a large number of emergency cases. Most of the small and mid-sized private hospitals described in earlier section generally offer secondary care. അതായത് these are hospitals that offer medical care which is one level higher than primary care. അതായത് ഈ ഒരു സെക്കൻഡറി കെയർ കൊടുക്കുന്ന ഹോസ്പിറ്റലുകൾ എന്ന് പറയുന്നത് അവര് കുറച്ചും കൂടി എന്താണ് പ്രൈമറി ലെവൽ കെയറിനേക്കാളും കുറച്ചും കൂടി കെയർ കൊടുക്കുന്ന ഹോസ്പിറ്റലാണ്. ഇപ്പൊ നമ്മള് PHCയുടെ കാര്യം പറഞ്ഞു അല്ലെ, പ്രൈമറി കെയർ കൊടുക്കുന്ന ഹോസ്പിറ്റലാണ് PHC എന്ന് പറയുന്നത്. എന്നാൽ ആ പ്രൈമറി കെയറിനേക്കാളും ഒരു പിടി മുന്നിൽ നിൽക്കുന്ന പരിചരണമാണ് ആര് കൊടുക്കുന്നത്? ഈ സെക്കൻഡറി കെയർ ഹോസ്പിറ്റലിൽ കൊടുക്കുന്നത് കേട്ടോ. അപ്പോ such hospitals will offer treatments such as general surgery, non-complex specialty surgeries, basic intensive care, clinical procedure, cesarean deliveries, etc. അപ്പൊ നമുക്ക് ഈ ഹോസ്പിറ്റലിൽ ചെന്നാൽ കാണാൻ സാധിക്കുന്നത് അവിടെ ജനറൽ സർജറി നടത്തും. ഓക്കെ, അതായത് ഓപ്പറേഷൻ പോലുള്ള കാര്യങ്ങൾ അവിടെ നടത്തും. പിന്നെ
സ്പെഷ്യാലിറ്റി സർജറീസ് ഇപ്പോ എന്താ പറയാ, അതായത് ഓരോ ഓർഗൻസ് റിലേറ്റഡ് ആയിട്ടുള്ള, ഇപ്പൊ കണ്ണുമായി ബന്ധപ്പെട്ടുള്ള സർജറി, അല്ലെങ്കിൽ നമ്മുടെ വയറുമായി ബന്ധപ്പെട്ടുള്ള സർജറി, അങ്ങനെയുള്ള സ്പെഷ്യാലിറ്റി ആയിട്ടുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള സർജറീസ് ഒക്കെ ഇവിടെ നടത്തും, ഈ ഒരു സെക്കൻഡറി കെയർ കൊടുക്കുന്ന ഹോസ്പിറ്റലുകളിൽ നടത്തും. അതുകൂടാതെ ബേസിക് ഇന്റൻസീവ് കെയർ ക്ലിനിക്കൽ പ്രൊസീജിയേഴ്സ് എവിടെ ഉണ്ടാവും? ഈ ഒരു ഹോസ്പിറ്റലിൽ ഉണ്ടാവും. ബേസിക് ആയിട്ടുള്ള ഇന്റൻസീവ് കെയർ ക്ലിനിക്കൽ പ്രൊസീജിയർ ഈ ഒരു ഹോസ്പിറ്റലിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ സിസേറിയൻ ഡെലിവറി എക്സെട്ര, സിസേറിയൻ നടത്തും. നമ്മള് PHC പറഞ്ഞു, അവിടെ നോർമൽ ഡെലിവറീസ് മാത്രമേ അറ്റൻഡ് ചെയ്യുന്നുള്ളൂ, സിസേറിയൻ ഇല്ല കേട്ടോ. സിസേറിയൻ ഇല്ല ഇവിടെ PHCയിൽ. പക്ഷേ നമ്മള് സെക്കൻഡറി കെയർ കൊടുക്കുന്ന ഹോസ്പിറ്റലിൽ നമുക്ക് എന്ത് കാണാൻ സാധിക്കും? അവിടെ സിസേറിയനും ഉണ്ട്, പിന്നെ എന്താണ്, നോർമൽ ഡെലിവറീസ് അവിടെ അറ്റൻഡ് ചെയ്യും കേട്ടോ. Okay. In government system, community health centers, CHC, and divisional and district hospitals are considered as secondary level hospitals. അതായത് നമ്മള് ഗവൺമെന്റ് സിസ്റ്റത്തിൽ നിന്ന് നോക്കിക്കാണുവാണെങ്കിൽ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ അഥവാ CHC എന്ന് പറയുന്ന ഹോസ്പിറ്റലും കൂടാതെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസും ആണ് ഈ ഒരു സെക്കൻഡറി കെയർ കൊടുക്കുന്ന ഹോസ്പിറ്റലുകൾക്ക് എക്സാമ്പിൾ ആയിട്ട് വരിക. ഓക്കെ, CHC എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ. ഇപ്പൊ നിങ്ങളുടെ തൊട്ടടുത്തുള്ള താലൂക്ക് ഗവൺമെന്റ് ആശുപത്രി അല്ലെങ്കിൽ ജില്ലാ ആശുപത്രികൾ അല്ലെ, എല്ലാ ജില്ലകളിലും ഉണ്ടാവും, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ ഉണ്ടാവില്ലേ? അപ്പൊ ഈ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലുകളും അതുപോലെ തന്നെ CHCയും കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററും ഒക്കെ എന്താണ്? ഈ ഒരു സെക്കൻഡറി കെയർ കൊടുക്കുന്ന ഹോസ്പിറ്റലുകൾക്ക് എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ്. ഓക്കെ, മനസ്സിലായോ? ക്ലിയർ ആണോ? ക്ലിയർ ആണ് മാം. അപ്പൊ പറഞ്ഞ നിങ്ങള് PHC എന്ന് പറയുന്നത് ഏത് ഹോസ്പിറ്റലിന് എക്സാമ്പിൾ ആണ്? പ്രൈമറി കെയർ പ്രൈമറി. ഇപ്പൊ CHC എന്നും പറയുന്നത്, അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ എന്നൊക്കെ പറയുന്നത്, ഡിവിഷണൽ ആൻഡ് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ എന്നൊക്കെ പറയുന്നത് ഏത് ഹോസ്പിറ്റലാണ് ഇപ്പോ? സെക്കൻഡറി കെയർ അല്ലേ? ഓക്കെ. ഇനി സെക്കൻഡറി ഹെയർ ഹോസ്പിറ്റൽസ് ആർ ബെറ്റർ റിസോഴ്സസ് ദാൻ പ്രൈമറി ഹോസ്പിറ്റൽസ് ആൻഡ് ക്യാൻ ഹാൻഡിൽ എ ലാർജ് നമ്പർ ഓഫ് എമർജൻസി കേസസ്. അതായത് സെക്കൻഡറി ഹെയർ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് കുറച്ചുകൂടി മെച്ചപ്പെട്ട സൗകര്യങ്ങളുള്ള ഹോസ്പിറ്റലാണ്. കുറച്ചും കൂടി എന്താ പറയാ, നമ്മുടെ PHCനേക്കാളും കുറച്ചും കൂടി മെച്ചപ്പെട്ട ബെറ്റർ ആയിട്ടുള്ള റിസോഴ്സസ് അവിടെ കാണാൻ സാധിക്കും. നമുക്ക് ഈ ഒരു CHCയിൽ കാണാനായിട്ട് സാധിക്കും. പിന്നെ എന്താണ്, മോസ്റ്റ് ഓഫ് ദി സ്മോൾ ആൻഡ് മിഡ് സൈസ്ഡ് പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഡിസ്ക്രൈബ്ഡ് ഇൻ ഏർലി സെക്ഷൻ ജനറലി ആഫ്റ്റർ സെക്കൻഡറി കെയർ. അതായത് നമ്മുടെ പണ്ട് കാലത്ത് മുമ്പ് ഉണ്ടായിരുന്നതിൽ എന്താണ്, അതായത് പല ചെറിയ ഹോസ്പിറ്റലുകളും മിഡ് സൈസ്ഡ് ഹോസ്പിറ്റലുകളൊക്കെ എന്താണ്, ഈ ഒരു സെക്കൻഡറി കെയർ കൊടുക്കുന്ന ഹോസ്പിറ്റലിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്തുള്ളത്? സെക്കൻഡറി കെയറിൽ ഉള്ളത് കേട്ടോ. ഓക്കെ, ഇനി തേർഡ് വൺ ടെർഷ്യറി കെയർ ആണ് കേട്ടോ. തൃതീയ പരിചരണം കേട്ടോ, ടെർഷ്യറി കെയർ. ദീസ് ആർ ഹോസ്പിറ്റൽസ് വിത്ത് മോസ്റ്റ് അഡ്വാൻസ്ഡ് ലെവൽ ഓഫ് കെയർ. അതായത് ഈ ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് കൂടുതലായിട്ട് അഡ്വാൻസ്ഡ് ലെവൽ ഓഫ് കെയർ കൊടുക്കുന്ന ഹോസ്പിറ്റലാണ്. കൂടുതൽ എന്താണ്, അതായത് അത്യാധുനികമായിട്ടുള്ള നൂതന സാങ്കേതിക വിദ്യകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള മെഷീൻസും പിന്നെ ഹൈലി പ്രൊഫഷണൽ ആയിട്ടുള്ള ഡോക്ടേഴ്സും ഒക്കെ ഉള്ള ഹോസ്പിറ്റലുകളാണ് എന്ത് പറയുന്നത്? ടെർഷ്യറി കെയർ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് കേട്ടോ. ദീസ് ആർ ഹോസ്പിറ്റൽ വിത്ത് മോസ്റ്റ് അഡ്വാൻസ്ഡ് ലെവൽ ഓഫ് കെയർ. Generally, they offer super specialty care which is required in the field of cardiac, neuro, nephro, ക്യാൻസർ എക്സെട്ര. അതായത് നമ്മൾ നോക്കിക്കാണുകയാണെങ്കിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളൊക്കെ എന്താണ്? ഈ ഒരു ടെർഷ്യറി കെയർ കൊടുക്കുന്ന ഹോസ്പിറ്റലുകൾക്ക് എക്സാമ്പിൾ ആണ്. അവിടെ നമുക്ക് പലതരത്തിലുള്ള സ്പെഷ്യാലിറ്റി സർവീസുകൾ കിട്ടും അല്ലെ. കാർഡിയാക്ക് സ്പെഷ്യാലിറ്റി ഉണ്ടാവും, ന്യൂറോ സ്പെഷ്യാലിറ്റി ഉണ്ടാവും ആ ഹോസ്പിറ്റലുകളിൽ, ടെർഷ്യറി കെയർ കൊടുക്കുന്ന ഹോസ്പിറ്റലുകളിൽ. പിന്നെ നെഫ്രോയുടെ സ്പെഷ്യാലിറ്റി ഉണ്ടാകും, അതുപോലെ തന്നെ ക്യാൻസർ, ഇങ്ങനെയുള്ള പല പല ഡിപ്പാർട്ട്മെന്റുകൾ പ്രവർത്തിക്കുന്ന പല പല ഡോക്ടേഴ്സ് ഒക്കെ സേവനങ്ങൾ കൊടുക്കുന്ന ഒരു ഹോസ്പിറ്റലാണിത് ഈ ഒരു ടെർഷ്യറി കെയർ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ കേട്ടോ. Tertiary hair hospitals will have most advanced equipment and doctors level of qualification and expertise. അതായത് നമ്മൾക്ക് ടെർഷ്യറി കെയർ ലെവലിൽ കൊടുക്കുന്ന ഹോസ്പിറ്റലിൽ ചെന്നാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അവിടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ് കാണാനായിട്ട് സാധിക്കും. ഇപ്പൊ വിദേശ രാജ്യത്ത് നിന്നൊക്കെ ഇറക്കുമതി ചെയ്തിട്ടുള്ള, ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള എക്യുപ്മെന്റ്സ്, മെഷീനറീസ് ഒക്കെ നമുക്ക് ഈ ഒരു ഹോസ്പിറ്റലിൽ ചെന്നാൽ കാണാൻ സാധിക്കും. അതുകൂടാതെ വിദേശ രാജ്യങ്ങളിലൊക്കെ പഠിച്ച് ഇറങ്ങിയ ഡോക്ടർമാര് സേവനം അനുഷ്ഠിക്കുന്ന
താമസിക്കുന്ന ഹോസ്പിറ്റലാണിത് ഈ ഒരു ടെർഷറി കെയർ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി ദ ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് ICU ഓഫ് സച്ച് ഹോസ്പിറ്റൽ വിൽ ടിപ്പിക്കലി ബി സ്റ്റേറ്റ് ഓഫ് ആർട്ട് ഗവൺമെന്റ് സിസ്റ്റം. ദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽസ് ആർ ടെർഷറി കെയർ ലെവൽ. ഓക്കെ, അപ്പൊ നമ്മുടെ ഓപ്പറേഷൻ തിയേറ്റേഴ്സും അതുപോലെ തന്നെ ICU ഒക്കെ എന്താണ് അതായത് നമ്മളൊരു ടെർഷറി കെയർ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആയിക്കോട്ടെ. നിങ്ങളൊന്ന് മനസ്സിൽ ഇമാജിൻ ചെയ്യുക, നിങ്ങൾ ഏതെങ്കിലും ഒരു സമയത്ത് ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ചെന്നിട്ടുണ്ടാവുമല്ലോ. അപ്പൊ നമുക്ക് അവിടെ ചെന്നാൽ കാണാൻ സാധിക്കുന്നത് ഒരു സ്റ്റേറ്റ് ഓഫ് ആർട്ട് ഗവൺമെന്റ് സിസ്റ്റം ആണ്. അത് പറയുന്നത്, അതിന്റെ മീനിങ് എന്ന് പറയുന്നത്, അതായത് അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള എക്യുപ്മെന്റ്സും അതുപോലെ തന്നെ ഡോക്ടേഴ്സിന്റെ അവൈലബിലിറ്റി ഒക്കെ ഉള്ള അതിനെയാണ് പറയുന്നത് സ്റ്റേറ്റ് ഓഫ് ആർട്ട് ഗവൺമെന്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അത്രയും അധികം നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ടാണ് അവിടെ രോഗികളെ പരിചരിക്കുന്നത്. ഓക്കെ, ഇനി മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് നമ്മൾക്കറിയാലേ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകൾ ഉണ്ട് അല്ലെ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകൾ ഉണ്ട്, അതുകൂടാതെ പ്രൈവറ്റ് ആയിട്ടുള്ള മെഡിക്കൽ കോളേജുകളും ഉണ്ട്. ഇതൊക്കെ എന്താണ് ടെർഷറി കെയർ ഹോസ്പിറ്റലിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ് കേട്ടോ. അതായത് നമ്മൾക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞു എന്താണ് എല്ലാ ജില്ലകളിലും ഉണ്ടാവും അല്ലെ, ചിലപ്പോൾ ഉണ്ടാവില്ല, അറിയില്ല എനിക്ക് കറക്റ്റ് ആയിട്ട്. അതായത് ഒരുവിധം നമ്മുടെ കേരളത്തിൽ ഒട്ടുമിക്ക മെഡിക്കൽ കോളേജുകളും ഉണ്ട്. അപ്പൊ ഈ മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് എന്താണ് ഈ ഒരു ടെർഷറി കെയർ കൊടുക്കുന്ന ഈ ഒരു ഹോസ്പിറ്റലിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ്. ഇപ്പൊ നമ്മൾ ഈ ടെർഷറി കെയർ എന്ന് പറയുന്നത് ഭയങ്കര അത്യാധുനികമായിട്ടുള്ള സൗകര്യങ്ങളും ഉണ്ടാവും, എക്സ്പേർട്ട് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഒക്കെ ഉണ്ടാവും. ഇപ്പൊ നമുക്കറിയാം, അതായത് നമ്മൾക്കിപ്പോ ഒരു സാധാരണക്കാരന് എന്തെങ്കിലും ഒരു ആക്സിഡന്റോ അല്ലെങ്കിൽ രോഗങ്ങൾ എന്തെങ്കിലും ബാധിച്ചു കഴിഞ്ഞാൽ എന്താണ് പെട്ടെന്ന് എമർജൻസി ആയിട്ട് ഇപ്പൊ ഒരു ആക്സിഡന്റ് സംഭവിച്ചെന്ന് വിചാരിക്കാം, ആളെ നമ്മൾ പെട്ടെന്ന് അടുത്തുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലായിരിക്കും കൊണ്ടുപോവുക. അവിടെ നിന്ന് ചിലപ്പോൾ ആളെ റെഫറൗട്ട് ചെയ്യും, വേറൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് പറയും, ഉയർന്ന ഫെസിലിറ്റീസ് ഉള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് പറയും. അപ്പൊ നമ്മുടെ ടൗണിൽ തന്നെയുള്ള ഏതെങ്കിലും വലിയ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടു ചെല്ലും അല്ലെ. അങ്ങനെ ചെന്ന് കഴിയുമ്പോൾ ആളുടെ എന്താ പറയാ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഭീമമായിട്ടുള്ള ഒരു എമൗണ്ട് അവിടെ കെട്ടിവെക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പൊ സാധാരണക്കാരനായ ഒരു വ്യക്തിക്ക് എന്താണ് പെട്ടെന്ന് അയാളുടെ ജീവൻ പിടിച്ചു നിർത്താനുള്ള കാര്യങ്ങൾ നമ്മൾ അവിടെ ചെയ്യും. അതിനുശേഷം അതായത് അയാളുടെ ഒരു ക്രിട്ടിക്കൽ കണ്ടീഷൻ കഴിഞ്ഞതിന് ശേഷം എന്താണ് ആളിലൊന്ന് ബെറ്റർ ആയിട്ട് വരാൻ ചിലപ്പോൾ മാസങ്ങൾ എടുത്തുന്നിരിക്കും, ചിലപ്പോൾ ആഴ്ചകളാവാം അല്ലെങ്കിൽ മാസങ്ങളാവാം. അപ്പൊ ആളുടെ കണ്ടീഷൻ ഒന്ന് ബെറ്റർ ആയിട്ട് വന്നെ, പക്ഷെ ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് പോരാൻ സാധിക്കില്ല. കാരണം എന്താ, ഇയാളുടെ കണ്ടീഷൻ ബെറ്റർ ആയിട്ടില്ല, ഇയാളെ വിടാനായിട്ട് സാധിക്കില്ല. ഇപ്പൊ ഇയാളുടെ കണ്ടീഷൻ ഒന്ന് ബെറ്റർ ആവാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ അയാളെ കുറെ നാൾ അവിടെ താമസിപ്പിക്കേണ്ടതായിട്ടുള്ള ആവശ്യം വരും. പക്ഷെ സാധാരണക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയുടെ ഫാമിലിയെ സംബന്ധിച്ച് അവിടെ കെട്ടിവെക്കേണ്ട തുക എന്നുള്ളത്, അത്രയും നാളും ആ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ അവിടെ കെട്ടിവെക്കേണ്ടി വരുന്ന തുക എന്ന് പറയുന്നത് ഒരു ഹ്യൂജ് ആയിട്ടുള്ള എമൗണ്ട് ആണ്. അപ്പൊ സാധാരണക്കാരന് ഒരാൾക്ക് എന്തായാലും പറ്റില്ല, ഈ ഒരു എമൗണ്ട് താങ്ങാനായിട്ട് സാധിക്കില്ല. അപ്പൊ നമ്മൾ എന്താണ് നോർമൽ ആയിട്ടുള്ള ഒരു മിഡിൽ ഇതിൽ വരുന്ന ഒരാള് തെരഞ്ഞെടുക്കുന്നത് എപ്പോഴും മെഡിക്കൽ കോളേജുകളാണ്. കാരണം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയാൽ അറിയാൻ പറ്റും, കാരണം അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അതായത് എക്സ്പേർട്ട് ആയിട്ടുള്ള ഡോക്ടേഴ്സും എക്സ്പേർട്ട് ആയിട്ടുള്ള നഴ്സുമാരും സ്റ്റാഫുകളും അതുകൂടാതെ എക്യുപ്മെന്റ്സും എല്ലാവിധ ഫെസിലിറ്റീസും എവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും, മെഡിക്കൽ കോളേജിൽ കാണാനായിട്ട് സാധിക്കും. അപ്പൊ മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചോളം എന്താണ് ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ തന്നെയാണ്. അതിൻ്റെതായ സേവനങ്ങൾ എവിടെ നമുക്ക് കിട്ടുന്നുണ്ട്, ഈ ഒരു മെഡിക്കൽ കോളേജിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ ടെർഷറി കെയർ കൊടുക്കുന്ന ഹോസ്പിറ്റല് വലിയ വലിയ പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ മാത്രമല്ല, നമ്മുടെ സാധാരണ മെഡിക്കൽ കോളേജുകളും എന്ത് തന്നെയാണ് ടെർഷറി കെയർ കൊടുക്കുന്ന ഹോസ്പിറ്റലുകൾക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാവുന്നതാണ്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഇനി പറയണ്ടല്ലോ, ആർക്കെങ്കിലും ഒന്നുകൂടി പറയണോ? വേണ്ട? ഓക്കെ, ഇനി 2 സെന്റൻസ് കൂടി ഉണ്ട്, ഞാൻ വിട്ടുപോയിട്ട് ഞാൻ പറയാം. ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് ICU ഓഫ് സച്ച് ഹോസ്പിറ്റൽ വിൽ പറഞ്ഞതാണ് അല്ലെ, ഓക്കെ പറഞ്ഞതാണ്. അപ്പോ ഈ ഒരു നമുക്ക് ഈ ടെർഷറി കെയർ കൊടുക്കുന്ന ഹോസ്പിറ്റലിൽ ചെന്നാല് നമുക്ക് ഈ ഒരു ICU ആയാലും ഓപ്പറേഷൻ തിയേറ്റർ ആയാലും അതിൻ്റെതായ എന്താണ് പറയാ ആധുനികമായിട്ടുള്ള രീതിയിൽ സജ്ജീകരിച്ചിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ പ്രൈമറി കെയർ, സെക്കൻഡറി കെയർ, ടെർഷറി കെയർ ഇത്രയുമാണ് ഇതിനകത്തുള്ളത് കേട്ടോ. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റീസ് ആണ്. എന്താണെന്ന് നോക്കാം കേട്ടോ. ഹോസ്പിറ്റൽസ് ക്യാൻ ഓൾസോ ബി ക്ലാസിഫൈഡ് ഓൺ ദ ബേസിസ് ഓഫ് ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റി ദേ ഓഫർ.
For example, hospitals which offer cardiac care are classified as cardiac hospitals, which provide cancer care are classified as onco hospital. A hospital can offer one or more specialty, namely single specialty or multi-speciality hospital. Also, depending upon the specialty that a hospital offers, the type of resources and its organization is determined. For example, a cardiac hospital will need cath lab and a cardiac ICU, while an onco hospital will require radiation therapy unit. അതായത് നമുക്ക് ഹോസ്പിറ്റലുകളെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. എങ്ങനെയാ ക്ലാസിഫൈ ചെയ്യുന്നത്? അതായത് അവർ കൊടുക്കുന്ന ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റീസിന്റെ അടിസ്ഥാനത്തിൽ. ഇപ്പോ ഇവിടെ ഫോർ എക്സാമ്പിൾ പറയാണ്, നമ്മള് ഒരു ഹോസ്പിറ്റലിൽ ചെന്നാൽ നമുക്ക് കാർഡിയാക് കെയർ ആണ് കിട്ടുന്നതെങ്കിൽ, അതായത് ഹൃദയത്തിന്റെ അല്ലെ, കാർഡിയാക് എന്ന് പറയുന്നത് ഹൃദയ സംബന്ധമായിട്ടുള്ളതാണ്. അപ്പോ അങ്ങനെയുള്ളൊരു കെയർ ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ ആ ഹോസ്പിറ്റലിനെ നമുക്ക് കാർഡിയാക് ഹോസ്പിറ്റൽ എന്ന് വിളിക്കാം, ക്ലാസിഫൈ ചെയ്യാം. ഇനി നമുക്ക് ഒരു ഹോസ്പിറ്റലിൽ ചെന്നാല് ക്യാൻസർ കെയർ ആണ് കിട്ടുന്നതെങ്കിൽ ആ ഹോസ്പിറ്റലിനെ ഓങ്കോ ഹോസ്പിറ്റൽ എന്ന് വിളിക്കാം. അപ്പൊ എന്താണ്, ഓരോ ഹോസ്പിറ്റലും എന്താണ്, അത് വ്യത്യസ്തമാണ് അവർ കൊടുക്കുന്ന സ്പെഷ്യാലിറ്റിയുടെ അടിസ്ഥാനത്തിൽ. ഓക്കെ, ഇപ്പൊ സ്പെഷ്യാലിറ്റിയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ നമുക്ക് സിംഗിൾ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എന്നും മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എന്നും ഹോസ്പിറ്റലിനെ തിരിക്കാം. അതായത് സിംഗിൾ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാല് അതായത് ഒരെണ്ണത്തിൽ മാത്രം എന്ത് ചെയ്യുന്നു, സ്പെഷ്യലൈസ് ചെയ്ത് സർവീസ് നടത്തുന്നു. ഇപ്പോ കണ്ണുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹോസ്പിറ്റൽ ആണെങ്കിൽ നമ്മൾ എന്ത് പറയും, ഐ ഹോസ്പിറ്റൽ എന്നല്ലേ പറയുള്ളൂ. അവിടെ എന്താണ്, ആ കണ്ണുമായി ബന്ധപ്പെട്ടിട്ടുള്ള രോഗങ്ങൾക്ക് മാത്രമാണ് അവിടെ ചികിത്സ കൊടുക്കുന്നത്. കൂടാതെ ഒരു ഇതിൽ തന്നെ, അതായത് ഇപ്പൊ കണ്ണുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡിപ്പാർട്ട്മെന്റിൽ തന്നെ പല ഡോക്ടേഴ്സ് ഉണ്ടാകും. ഓക്കെ, അതായത് നമ്മളൊരു കണ്ണിന്റെ ഹോസ്പിറ്റലിൽ ചെന്നാല് ഒരു ഡോക്ടറെ അല്ല നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്, പല ഡോക്ടേഴ്സ് ഉണ്ടാവും. കണ്ണുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കൺസൾട്ടേഷൻ നടത്തുന്ന ഡോക്ടേഴ്സ്. ഓക്കെ, ഇനി മൾട്ടി സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പറഞ്ഞാല് ഒരു ഹോസ്പിറ്റലിൽ തന്നെ പല ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടാവും. ഇപ്പൊ കാർഡിയാക് ഉണ്ടാവും, ന്യൂറോ ഉണ്ടാവും, ഓങ്കോ ഉണ്ടാവും, അങ്ങനെ പല ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടാവും. അവിടെ പ്രത്യേകം അതിനു വേണ്ടി മാത്രം കുറെ ഡോക്ടർമാരുണ്ടാവും. അതാണ് എന്ത്, മൾട്ടി സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. അപ്പോ എന്ത് കെയർ ആണോ കൊടുക്കുന്നത്, എന്ത് ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റി ആണോ അവിടെ കൊടുക്കുന്നത്, അതിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് തിരിച്ചിരിക്കുന്നത്, ഈ ഒരു ഡിഫറൻസ് ഇവിടെ വന്നിരിക്കുന്നത് കേട്ടോ. ഇനി for example, a cardiac hospital will need cath lab and cardiac ICU, while an onco hospital will require radiation therapy unit. അപ്പോ നമ്മളിപ്പോ ഒരു കാർഡിയാക് ഹോസ്പിറ്റൽ ആണ് പോകുന്നതെങ്കിൽ ആ ഹോസ്പിറ്റലിൽ നമുക്ക് കാത്ത് ലാബ് കാണാനായിട്ട് സാധിക്കും. കാരണം എന്താ, അതൊരു കാർഡിയാക് ഹോസ്പിറ്റൽ ആണ്, അതുകൊണ്ട് എന്തായാലും അവിടെ ഒരു കാത്ത് ലാബ് മസ്റ്റ് ആണ്. ഇനി ഒരു എന്താ പറയാ, അതുപോലെ തന്നെ കാർഡിയാക് ICU അവിടെ കാണാനായിട്ട് സാധിക്കും. ഇനി നമ്മളൊരു ഓങ്കോ ഹോസ്പിറ്റലാണ്, ഒരു ക്യാൻസറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഹോസ്പിറ്റലാണ് നമ്മൾ ചെല്ലുന്നതെങ്കിൽ അവിടെ നമുക്ക് റേഡിയേഷൻ തെറാപ്പി യൂണിറ്റ് കാണാനായിട്ട് സാധിക്കും. ഇങ്ങനെയാണ് എന്ത് വരുന്നത്, ക്ലാസിഫിക്കേഷൻ വരുന്നത് കേട്ടോ, ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റീസിന്റെ ബേസിൽ. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഓണർഷിപ്പ് ആണ് കേട്ടോ. അപ്പൊ ഓണർഷിപ്പിന്റെ ബേസിൽ എങ്ങനെയാണ് നമുക്ക് എന്താ പറയാ ഈ ഒരു ഇത് വരുന്നതെന്ന് നോക്കാം. ഓണർഷിപ്പ് കേട്ടോ, ഉടമസ്ഥാവകാശം എന്നാണ് പറയുന്നത് ഓണർഷിപ്പ് കേട്ടോ. അപ്പൊ ഓൺ ദ ബേസിസ് ഓഫ് ഓണർഷിപ്പ് എ ഹോസ്പിറ്റൽ ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് ഫോളോസ്. അതായത് ഓണർഷിപ്പിന്റെ ബേസിൽ ഹോസ്പിറ്റൽസിനെ നമുക്ക് പലതായിട്ട് തിരിക്കാം. വൺ ഈസ് പബ്ലിക് ഹോസ്പിറ്റൽ, അതായത് ഒരെണ്ണം എന്ന് പറയുന്നത് പബ്ലിക് ഹോസ്പിറ്റൽ ആണ്, ഹോസ്പിറ്റൽ ഓൺഡ് ബൈ ഗവൺമെന്റ്. അതായത് ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലുള്ള ഹോസ്പിറ്റലിനെയാണ് എന്ത് പറയുന്നത്, പബ്ലിക് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് കേട്ടോ. ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലുള്ള ഹോസ്പിറ്റലാണ് എന്ത് പറയുന്നത്, പബ്ലിക് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഇപ്പൊ സർക്കാർ ഉടമസ്ഥതയിലുള്ള ഹോസ്പിറ്റലുകളാണ് എന്ത്, പബ്ലിക് ഹോസ്പിറ്റൽ കേട്ടോ. അതിനകത്ത് ഫസ്റ്റ് വൺ വരുന്നത് സെൻട്രൽ ഗവൺമെന്റ് ഹോസ്പിറ്റലാണ്. ഹോസ്പിറ്റൽ മാനേജ്ഡ് ബൈ സെൻട്രൽ ഗവൺമെന്റ് സച്ച് ആസ് എയിംസ്, PGIs, etc. അതായത് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് അഥവാ സെൻട്രൽ ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലുള്ള ഹോസ്പിറ്റലുകളാണ് സെൻട്രൽ ഗവൺമെന്റ് ഹോസ്പിറ്റലുകള്. അതിലൊന്നാണ് എയിംസ്, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന ഹോസ്പിറ്റലാണ്. പിന്നെ PGIS എന്ന് പറയുന്നത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണ്. ഇത് രണ്ടും എന്താണ്, സെൻട്രൽ ഗവൺമെന്റിന്റെ ഓണർഷിപ്പിൽ വരുന്ന രണ്ട് ഹോസ്പിറ്റലുകളാണ് കേട്ടോ. എക്സാമ്പിൾ ആണ് ഇവിടെ പറയുന്നത്. പബ്ലിക് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാല് ഗവൺമെന്റ് ഉടമസ്ഥാവകാശത്തിലുള്ള ഹോസ്പിറ്റലുകളാണ്. അതിനകത്ത് ആദ്യത്തേത് സെൻട്രൽ ഗവൺമെന്റ് ഹോസ്പിറ്റലാണ്. അതെന്ന് പറഞ്ഞാല് സെൻട്രൽ ഗവൺമെന്റ്
ഓണർ ആയിട്ടുള്ള ഹോസ്പിറ്റൽസ് ആണ്. എക്സാമ്പിൾ വരുന്നത് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസും പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടും ഇതിന് എക്സാമ്പിൾ ആണ്. ഫുൾ ഫോം ഒക്കെ എഴുതിയെടുക്കുന്നുണ്ടോ നിങ്ങള്? എയിംസിന്റെ ഫുൾ ഫോം ഒക്കെ എഴുതിയോ? ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് കേട്ടോ. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. PGIs എന്ന് പറഞ്ഞാല് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് കേട്ടോ. പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്. ഓക്കെ. ഇനി അടുത്തത് സ്റ്റേറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റൽ കേട്ടോ. സ്റ്റേറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാല് ദോസ് മാനേജ്ഡ് ബൈ സ്റ്റേറ്റ് ഗവൺമെന്റ് സച്ച് ആസ് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ. അപ്പൊ സ്റ്റേറ്റ് ഗവൺമെന്റ് ഉടമസ്ഥതയിലുള്ള ഹോസ്പിറ്റലാണ് എന്ത് പറയുന്നേ? സ്റ്റേറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് കേട്ടോ. നമ്മുടെ സംസ്ഥാന സർക്കാർ ഓണർ ആയിട്ടുള്ള, നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ ഉടമസ്ഥാവകാശത്തിലുള്ള ഹോസ്പിറ്റലുകളെയാണ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുന്നുണ്ട് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ. എല്ലാ ജില്ലകളിലും എന്തുണ്ട്? ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ ഉണ്ട് അല്ലെ. അതായത് നമുക്ക് 14 ഡിസ്ട്രിക്ട് ഉണ്ട് അല്ലെ. 14 എഴുതാൻ പറ്റുന്നില്ലേ? എന്താ സ്പീഡ് ആവുന്നുണ്ടോ? ഇല്ല, അത് എഴുതി ശീലമില്ലാത്തത് കൊണ്ട് പറ്റുന്നില്ല എന്ന് പറഞ്ഞത് ആണല്ലേ. ഓക്കെ. അപ്പൊ സ്റ്റേറ്റ്, അതായത് നമുക്ക് എന്താണ് ഇവിടെ ഞാൻ പറഞ്ഞു സ്റ്റേറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാല് നമുക്ക് എന്താണ് 14 ജില്ലകളുണ്ട് അല്ലെ. 14 ജില്ലകളിലും 14 ജില്ലാ ആശുപത്രികളുണ്ട് അല്ലെ. ഇപ്പൊ നിങ്ങളുടെ ജില്ല ഏതാണോ ആ ജില്ലയിൽ എന്തുണ്ട്? ഒരു ജില്ലാ ഹോസ്പിറ്റൽ ഉണ്ട്. നിങ്ങൾ ചിലപ്പോൾ ചെന്നിട്ടുണ്ടാവും. അപ്പൊ ഈ ജില്ലാ ഹോസ്പിറ്റലുകൾ ഈ 14 നമ്മുടെ കേരളത്തിനെ അപേക്ഷിച്ചാണെങ്കിൽ നമ്മുടെ 14 ജില്ലകളിലുമുള്ള 14 ജില്ലാ ആശുപത്രികളെ കൺട്രോൾ ചെയ്യുന്നത്, അതിന്റെ ഓണർഷിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കേരള സർക്കാരിനാണ് കേട്ടോ. എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. സ്റ്റേറ്റ് ഗവൺമെന്റ് ഓണർ ആയിട്ടുള്ള ഹോസ്പിറ്റലിനെയാണ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. എക്സാമ്പിൾ വരുന്നത് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ ആണ് കേട്ടോ. രണ്ടും ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ മാം. ഇനി നെക്സ്റ്റ് വൺ വരുന്നത് മുനിസിപ്പൽ ഹോസ്പിറ്റൽസ് ആണ് കേട്ടോ. മുനിസിപ്പൽ ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത് ദോസ് മാനേജ്ഡ് ബൈ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ. അതായത് ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ മാനേജ് ചെയ്തിരിക്കുന്ന ഹോസ്പിറ്റലുകളാണ് എന്ത് പറയുന്നത്? ഈ ഒരു മുനിസിപ്പൽ ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത് കേട്ടോ. അതായത് നമ്മുടെ ജില്ലാ ഭരണകൂടം ഉണ്ടല്ലോ, നമ്മുടെ ജില്ലാ കളക്ടറേറ്റ് ഒക്കെ ഇരിക്കുന്നത്, ആ ഒരു ഭരണകൂടമാണെന്ത് ഈ ഒരു ഹോസ്പിറ്റൽസ് കൺട്രോൾ ചെയ്യുന്നത്. നമ്മുടെ മുനിസിപ്പൽ ആശുപത്രി, നമ്മുടെ മുനിസിപ്പൽ താലൂക്ക് ആശുപത്രികളൊക്കെ എന്താണ്? ജില്ലാ ഭരണകൂടത്തിന്റെ അണ്ടറിലാണ് വരുന്നത്. അതൊന്ന് ഓർത്തു വെക്കുക കേട്ടോ. നമ്മുടെ തൊട്ടടുത്തുള്ള, നിങ്ങളുടെ തൊട്ടടുത്തുള്ള താലൂക്ക് ആശുപത്രിയൊക്കെ ജില്ലാ ഭരണകൂടത്തിന്റെ കീഴിലാണ് വരിക. ഇനി PSU ഹോസ്പിറ്റൽ, ദോസ് മാനേജ്ഡ് ബൈ സ്പെസിഫിക് PSU ലൈക്ക് റെയിൽവേ, കോൾ ഇന്ത്യ ലിമിറ്റഡ്. അതായത് PSU ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാല് പബ്ലിക് സെക്ടർ യൂണിറ്റ് ആണ് കേട്ടോ. പബ്ലിക് സെക്ടർ യൂണിറ്റ് ഹോസ്പിറ്റൽ എന്നാണ് പറയുന്നത്. അതായത് നമുക്കറിയാം റെയിൽവേക്ക് ആശുപത്രി ഉണ്ട്, അതുപോലെ കോൾ ഇന്ത്യക്ക് ആശുപത്രി ഉണ്ട്. അതുപോലെ തന്നെയുള്ള ഒരു ഹോസ്പിറ്റലാണ് എന്ത്? ഈ ഒരു പബ്ലിക് സെക്ടർ യൂണിറ്റ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് കേട്ടോ. നമ്മളിപ്പോ കേട്ടിട്ടുണ്ടാവും റെയിൽവേ ജീവനക്കാർക്ക് വേണ്ടി, അല്ലെങ്കിൽ റെയിൽവേ ആശുപത്രി എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? കോൾ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഒരു ആശുപത്രി ഉണ്ട്. അവിടെയുള്ള ആളുകൾക്കൊക്കെ എന്താണ് പണിയെടുക്കുന്ന ആ ഇപ്പൊ റെയിൽവേ ആയാലും കോൾ ഇന്ത്യ ആയാലൊക്കെ എന്താണ് ധാരാളം ആളുകൾ ജോലി ചെയ്യുന്ന മേഖലയാണ് അല്ലെ. അപ്പൊ ഇവർക്ക് വേണ്ടിയിട്ടൊക്കെ എന്താണ് പ്രത്യേകം ആശുപത്രികളുണ്ട്. അതിനകത്ത് പബ്ലിക്കിനും അലൗഡ് ആണ്. അപ്പൊ എന്താണ് ഇങ്ങനെയുള്ള ഹോസ്പിറ്റലുകൾ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ഓണർഷിപ്പ് വരുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആണ് കേട്ടോ. അപ്പൊ PSU ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് റെയിൽവേ പോലെ അല്ലെങ്കിൽ കോൾ ഇന്ത്യ പോലെയുള്ള ഹോസ്പിറ്റലുകളെയാണ് എന്ത് പറയുന്നത്? PSU ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഇനി അടുത്തത് വരുന്നത് പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ആണ് കേട്ടോ. പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഹോസ്പിറ്റൽസ് ഓൺഡ് ബൈ പ്രൈവറ്റ് ഇൻഡിവിജ്വൽ ഓർ ഓർഗനൈസേഷൻ. ഏതെങ്കിലും ഒരു സ്വകാര്യ വ്യക്തി അല്ലെങ്കിൽ ഒരു സ്വകാര്യ ഓർഗനൈസേഷൻ ഓണർ ആയിട്ടുള്ള ഹോസ്പിറ്റലാണ് എന്ത്? പ്രൈവറ്റ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് കേട്ടോ. ഏതെങ്കിലും ഒരു സ്വകാര്യ വ്യക്തി അല്ലെങ്കിൽ ഒരു സ്വകാര്യ ഓർഗനൈസേഷൻ ഓണർ ആയിട്ടുള്ള ഹോസ്പിറ്റലാണ് എന്ത്? പ്രൈവറ്റ് ഹോസ്പിറ്റൽസ്. ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഫോർ പ്രോഫിറ്റ് പ്രൈവറ്റ് ഹോസ്പിറ്റൽസ്. അതായത് ലാഭത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റലുകളാണ് എന്ത് പറയുന്നത്? പ്രോഫിറ്റ് പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത്. അപ്പൊ പ്രൈവറ്റ് ഹോസ്പിറ്റൽസിന് തന്നെ നമുക്ക് പലതായിട്ട് ഇവിടെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ആദ്യത്തേതാണ് എന്ത്? പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക എന്താണ്?
ഒരു സ്വകാര്യ വ്യക്തി അല്ലെങ്കിൽ ഒരു സ്വകാര്യ സംഘടന ഓണർ ആയിട്ടുള്ള ഹോസ്പിറ്റൽസ് ആണ് എന്ത്? പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് അല്ലെ. അതിനകത്ത് ആദ്യത്തേതാണ് ഫോർ പ്രോഫിറ്റ് പ്രൈവറ്റ് ഹോസ്പിറ്റൽസ്. ഹോസ്പിറ്റൽ ദാറ്റ് ഹാവ് ദ ബിസിനസ് പർപ്പസ്, അതായത് ബിസിനസ് പർപ്പസോടുകൂടി അല്ലെങ്കിൽ ലാഭത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റലുകളെയാണ് എന്ത് പറയുന്നത്? പ്രോഫിറ്റ് പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത് കേട്ടോ. അതായത് ഭയങ്കരമായിട്ടുള്ള പൈസയൊക്കെ ഇതാവില്ലേ, ചില പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയാൽ എന്താണ് ഭയങ്കര കത്തിയായിരിക്കുമല്ലേ അവരെന്ന് പറയുന്ന അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു ലാഭത്തിന് വേണ്ടി മാത്രമാണ്, ആ ഒരു ബിസിനസ് പർപ്പസോട് കൂടിയാണ് എന്ത് നടത്തുന്നത്? ആ ഹോസ്പിറ്റൽസ് നടത്തുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള ഹോസ്പിറ്റലാണ് എന്ത് പറയാ? ഫോർ പ്രോഫിറ്റ് പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് എന്ന് പറയാം. നെക്സ്റ്റ്, ഇൻഡിവിജ്വൽ പാർട്ട്ണർഷിപ്പ്, ഹോസ്പിറ്റൽസ് ദാറ്റ് ആർ ഓൺഡ് ബൈ ഇൻഡിവിജ്വൽ ഓർ ആൻ പാർട്ട്ണർഷിപ്പ്. അടുത്തത് പറയുന്നത് ഇൻഡിവിജ്വൽ പാർട്ട്ണർഷിപ്പ്, ചില വ്യക്തികളുടെ ഉടമസ്ഥാവകാശത്തിലുള്ള അല്ലെങ്കിൽ ചില എന്താ പറയാ പാർട്ട്ണർഷിപ്പ്, അതായത് രണ്ട് വ്യക്തികൾ കൂടി ചേർന്ന് അല്ലെങ്കിൽ ഒന്നിലധികം വ്യക്തികൾ കൂടി ചേർന്നിട്ട് എന്താണ് ചില ഹോസ്പിറ്റലുകൾ നടത്താറുണ്ട്. അങ്ങനെയുള്ള ഹോസ്പിറ്റലുകളെ പറയുന്ന പേരാണ് ഇൻഡിവിജ്വൽ പാർട്ട്ണർഷിപ്പ് ഹോസ്പിറ്റൽ കേട്ടോ. അത് ഓണർ ആയിരിക്കുന്നത് ആരായിരിക്കും? ഒന്നില്ലെങ്കിൽ ഒരു വ്യക്തി ആയിരിക്കാം, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആളുകള് പാർട്ട്ണർമാരായിട്ട് പങ്കാളിത്തത്തോടു കൂടി നടത്തുന്ന ഹോസ്പിറ്റലാണ് എന്ത് പറയുന്നത്? ഷെയറിൽ പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റലാണ് എന്ത്? ഈ ഒരു ഇൻഡിവിജ്വൽ പാർട്ട്ണർഷിപ്പ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത് വരുന്നത് കോർപ്പറേറ്റ് ഹോസ്പിറ്റലാണ്. ഹോസ്പിറ്റൽസ് ഓൺഡ് ബൈ പ്രൈവറ്റ് കമ്പനി, അതായത് ഹോസ്പിറ്റൽ ഓൺ ചെയ്തിരിക്കുന്നത് ഒരു പ്രൈവറ്റ് കമ്പനിയാണ്. കോർപ്പറേറ്റ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാല് ഏതെങ്കിലും ഒരു സ്വകാര്യ കമ്പനിയുടെ കീഴിലുള്ള അവര് പ്രവർത്തിപ്പിക്കുന്ന ഹോസ്പിറ്റലിനെയാണ് കോർപ്പറേറ്റ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടാറ്റയുടെ ഹോസ്പിറ്റലൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള വലിയ വലിയ സ്വകാര്യ വ്യക്തികൾ അവരുടെ കമ്പനികൾ നടത്തുന്ന ഹോസ്പിറ്റലുകളെയാണ് എന്ത് പറയുന്നത്? കോർപ്പറേറ്റ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഇനി അടുത്തത് നോൺ ഫോർ പ്രോഫിറ്റ് ഹോസ്പിറ്റൽസ്, hospital owned by NGO, charitable organization that do not have a business purpose connected with it. അതായത് ഈ നോട്ട് ഫോർ പ്രോഫിറ്റ് ഹോസ്പിറ്റൽസ് എന്ന് പറഞ്ഞാല് ഹോസ്പിറ്റൽ ഓൺ ചെയ്തിരിക്കുന്നത് ഏതാണ്? നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻ ആണ്. അതായത് ചാരിറ്റബിൾ ഓർഗനൈസേഷൻ നമുക്കറിയാം. അതായത് ചില ഹോസ്പിറ്റൽസ് എന്ന് പറഞ്ഞാല് അവർക്ക് എന്താണ് അധികം ലാഭം ആയിരിക്കില്ല അവരുടേത്. അവരെന്താണ് കൂടുതൽ ആളുകൾക്ക് ചാരിറ്റി ചെയ്യാനായിട്ട്, സർവീസ് കൊടുക്കാനായിട്ടായിരിക്കും അവര് ഹോസ്പിറ്റൽസ് പ്രവർത്തിപ്പിക്കുന്നത്. അതായത് തുച്ഛമായിട്ടുള്ള നിരക്കിൽ ചിലപ്പോ എന്താണ് വളരെ കുറഞ്ഞ ഫീസ് മാത്രം മേടിച്ചുകൊണ്ട് എന്താണ് ആളുകൾക്ക് കൂടുതൽ ആരോഗ്യ സേവനങ്ങൾ കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഹോസ്പിറ്റൽസ് പ്രവർത്തിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് എന്ത് ഓണർഷിപ്പിന്റെ ബേസിൽ ഹോസ്പിറ്റൽസിനെ തിരിച്ചിരിക്കുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? മനസ്സിലായി. ഒന്ന് സ്ലൈഡ് നിങ്ങളൊന്ന് വായിച്ചു, ഒന്ന് ഇത്രയും എടുത്തതൊന്ന് വായിച്ചേ. ലെവൽ ഓഫ് കെയർ തുടങ്ങി.
ഓക്കെ, വായിക്കുന്നുണ്ടോ? വായിച്ചോ? എന്താ സ്ക്രോൾ ചെയ്യുമ്പോഴേ ഫുള്ള് വായിച്ചു തീരുന്നില്ല, സ്മോൾ ലെറ്ററിലായ കാരണം. അതെയോ? എവിടെ വരെ വായിച്ചു നിങ്ങള്? അല്ല കുഴപ്പമില്ല. ഇനി ഞാൻ നേരത്തെ ചേഞ്ച് ചെയ്തപ്പോഴാ പറഞ്ഞേ. ഇവിടെ വെച്ചോട്ടെ, കാണുന്നുണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കട്ടെ, അതാണ് വായിക്കാൻ പറഞ്ഞത്. എന്തെങ്കിലും മനസ്സിലാവാത്ത ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. ഫുൾ ഫോം ഒക്കെ ഒന്ന് എഴുതിയെടുക്കാം. PSU എന്താണ്, പബ്ലിക് സെക്ടർ യൂണിറ്റ് ആണ്, എയിംസ് എന്താണ്, PGE എന്താണ്, അതൊക്കെ എഴുതിയെടുക്കാം കേട്ടോ. മാം, അതെ, PSC ഹോസ്പിറ്റൽസ് നമ്മള് കേന്ദ്ര ഗവൺമെന്റിന്റെ ആന്ന് പറഞ്ഞല്ലോ. അത് അപ്പൊ കോൾ ഇന്ത്യ ലിമിറ്റഡും അത് കേന്ദ്ര ഗവൺമെന്റിന്റെ തന്നെയാണ്, അത് പ്രൈവറ്റ് കോർപ്പറേറ്റിന്റെ അല്ലേ? കോൾ ഇന്ത്യ ലിമിറ്റഡോ? അല്ലേ, എനിക്കറിയില്ല, അതൊന്നും ചോദിച്ചതാണ്. ഇല്ല, കേന്ദ്ര ഗവൺമെന്റിന്റെ ആണ് കേട്ടോ. മറ്റുള്ളവരുടെ പങ്കാളിത്തം ഉണ്ടാവും അതിനകത്ത്, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. മറ്റുള്ളവരുടെ ഓഹരി ഉണ്ടാവും, ഷെയർസ് ഉണ്ടാവുന്നല്ലേ, ഷെയറുകൾ ഉണ്ടാവും. അതുകൊണ്ടാണ് ഇപ്പൊ ആ ഒരു ചോദ്യം വന്നത്. പക്ഷെ എന്താണ് ഇത് പറഞ്ഞാല് സെൻട്രൽ ഗവൺമെന്റിന്റെ ആണ്, അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ഇപ്പൊ റെയിൽവേ പോലുള്ള റെയിൽവേയുടെ ഹോസ്പിറ്റൽ ആയാലും കോൾ ഇന്ത്യയുടെ ആയാലും എന്താണ് സെൻട്രൽ ഗവൺമെന്റിന്റെ ആണ്. പക്ഷെ മറ്റുള്ള ആളുകളുടെ ഓഹരി ഷെയർസ് അതിനകത്ത് ഉണ്ടാവും കേട്ടോ. ഓക്കെ, ഞാൻ അടുത്തത് പറഞ്ഞോട്ടെ, 5ാമത്തെ 5th പോയിന്റ്. പറയാട്ടോ. സിസ്റ്റം ഓഫ് മെഡിസിൻ ആണ് കേട്ടോ. അതായത് മെഡിസിൻ കൊടുക്കുന്ന രീതി അനുസരിച്ച് ഹോസ്പിറ്റലുകളെ പലതായിട്ട് തിരിച്ചിട്ടുണ്ട്. In the modern world, allopathy as a system of medicine is mainly used as a system of medicine. However, in India, Ayurveda, homeopathy, and Unani are also acknowledged system of medicine and preferred by many people. Depending upon their prominent system of medicine, hospital can be classified as homeopathy hospital, Ayurveda hospital, or Unani hospital. Even though such hospitals are few in numbers,
there is an increasing interest of people in availing treatment of this system of medicine. അതായത് നമ്മുടെ ഈ ഒരു മോഡേൺ വേൾഡില് ആളുകൾ കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നത് അലോപ്പതിക് മെഡിസിൻ ആണെങ്കിലും ഇംഗ്ലീഷ് മരുന്നുകളാണെങ്കിലും എന്താണ് ആയുർവേദിക്കും ഹോമിയോപ്പതിക്കും യുനാനിക്കും എന്താണ് ഇപ്പോഴും നമ്മുടെ നാടുകളിൽ പ്രചാരമുണ്ട്. ഇപ്പോഴും ഒരു കൂട്ടം രോഗികൾ അല്ലെങ്കിൽ ഒരു കൂട്ടം വ്യക്തികൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ആയുർവേദിക് മെഡിസിൻ യൂസ് ചെയ്യുന്നുണ്ട്, ഹോമിയോപ്പതി യൂസ് ചെയ്യുന്നുണ്ട്, യുനാനി യൂസ് ചെയ്യുന്നുണ്ട്. ആളുകളുടെ പ്രിഫറൻസ് അനുസരിച്ചിട്ട് എന്താണ് ഇത് ഓരോരുത്തരും എന്താണ് തെരഞ്ഞെടുക്കുന്നതിൽ വ്യത്യാസം വരുന്നു. അപ്പൊ മെയിൻ ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇംഗ്ലീഷ് മരുന്നുകളോടൊപ്പം കിടപിടിക്കത്തക്ക രീതിയിൽ, അതായത് അവരോടൊപ്പം മത്സരിക്കത്ത രീതിയിൽ എന്താണ് ഈ ആയുർവേദ മെഡിസിനും യുനാനി മെഡിസിനും ഉള്ള അതുപോലെ തന്നെ ഹോമിയോപ്പതിയൊക്കെ എന്താണ് ആളുകളില് ഉപയോഗിച്ചിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പോ അവര് കൊടുക്കുന്ന മെഡിസിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോ ആയുർവേദിക് മെഡിസിൻ കൊടുക്കുന്ന ഹോസ്പിറ്റലുകളാണെങ്കിൽ അതിനെ ആയുർവേദിക് ഹോസ്പിറ്റൽ എന്നാണ് പറയാ. യുനാനി മെഡിസിൻ കൊടുക്കുന്ന ഹോസ്പിറ്റൽ ആണെങ്കിൽ അതിനെ യുനാനി ഹോസ്പിറ്റൽ എന്നാണ് പറയാ. ഹോമിയോപ്പതിയാണ് കൊടുക്കുന്നതെങ്കിൽ ഹോമിയോപ്പതിക് ഹോസ്പിറ്റൽ എന്നാണ് പറയുന്നത്. അപ്പൊ എന്ത് മെഡിസിൻ ആണോ കൊടുക്കുന്നത്, ഇംഗ്ലീഷ് മരുന്നുകളാണോ കൊടുക്കുന്നതിൽ എന്താണ് പറയാ ഹോസ്പിറ്റൽസ് എന്നല്ല നമ്മൾ ജനറലി പറയാം. അപ്പൊ ഓരോന്ന് എന്താണോ കൊടുക്കുന്ന മെഡിസിൻ, എന്താണോ അവിടെ ആളുകൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന മെഡിസിൻ, അതനുസരിച്ച് ഹോസ്പിറ്റലുകളെ അലോപ്പത്തിക് ഹോസ്പിറ്റലുകൾ എന്നും ആയുർവേദിക് ഹോസ്പിറ്റൽ എന്നും യുനാനി ഹോസ്പിറ്റൽ എന്നും ഹോമിയോപ്പതി ഹോസ്പിറ്റൽ എന്നും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതാണ് അവിടെ പറയുന്നത് കേട്ടോ. ഇതാണ് സിസ്റ്റം ഓഫ് മെഡിസിനിൽ പറയുന്നത്. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് സ്റ്റേ ആണ് കേട്ടോ. അതായത് ലെങ്ത് ഓഫ് സ്റ്റേ എന്ന് പറയുന്നത് താമസിക്കുന്ന ആ ഒരു കാലയളവ്, രോഗികൾ അല്ലെങ്കിൽ വ്യക്തികൾ താമസിക്കുന്ന ഒരു കാലയളവാണ് ലെങ്ത് ഓഫ് സ്റ്റേ. അതെന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. On the basis of length of stay generally needed for a patient in a hospitals can be classified as long stay hospitals and ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റൽ. അതായത് നമ്മള് സ്റ്റേ വെച്ചിട്ട് മെഷർ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ സ്റ്റേ വെച്ചിട്ട് നമ്മൾ ഹോസ്പിറ്റലിനെ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ, ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ ഹോസ്പിറ്റൽസിനെ നമുക്ക് രണ്ട് രീതിയിൽ തരംതിരിക്കാൻ സാധിക്കും. ഒന്ന് ലോങ് സ്റ്റേ ഹോസ്പിറ്റൽസ്, രണ്ട് ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റൽസ്. ലോങ് സ്റ്റേ ഹോസ്പിറ്റൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദീർഘകാലം രോഗികൾ താമസിക്കുന്ന ഹോസ്പിറ്റലിനെയാണ് ലോങ് സ്റ്റേ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഇനി ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ചു കാലം മാത്രമാണ് അവിടെ രോഗികൾ സ്റ്റേ ചെയ്യുന്നത്. അങ്ങനെയുള്ള ഹോസ്പിറ്റലുകളെയാണ് ഇത് പറയുന്നത് ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ആദ്യത്തെ നോക്കാം, എന്താണ് ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റൽസ്? Patients in short stay hospitals are required to be admitted for a relatively shorter period such as 1 or 2 days up to 20 days. Most hospitals that we see in our locality are short stay hospitals. അതായത് പേഷ്യന്റ് എന്ന് പറയുന്നത് അവര് ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്ന കാലയളവ് ഒന്നില്ലെങ്കിൽ 1-2 ദിവസമാകാം, അല്ലെങ്കിൽ 20 ദിവസം വരെ രോഗികള് അവിടെ തങ്ങാം. ഇങ്ങനെയുള്ള ഹോസ്പിറ്റലുകളെയാണ് എന്ത് പറയുന്നത്? ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അപ്പൊ ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാല് രോഗികൾ അവിടെ താമസിക്കുന്ന കാലയളവിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ഷോർട്ട് സ്റ്റേ എന്നും ലോങ് സ്റ്റേ എന്നും തിരിച്ചേക്കണത്. അതിനകത്ത് ഷോർട്ട് സ്റ്റേ എന്ന് പറഞ്ഞാല് രോഗികൾ താമസിക്കുന്നത് ഒന്നില്ലെങ്കിൽ 1-2 ദിവസം, ഇത് മാക്സിമം എവിടെ വരെ ആകാം? 20 ദിവസം വരെ രോഗികൾ അവിടെ താമസിക്കുകയുള്ളൂ. ഇങ്ങനെയുള്ള ഹോസ്പിറ്റലിനെയാണ് ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഇനി വേറൊരു പോയിന്റ് പറയുന്നുണ്ട്, മോസ്റ്റ് ഹോസ്പിറ്റൽസ് ദാറ്റ് വി സീ ഇൻ അവർ ലൊക്കാലിറ്റി ആർ ഇൻ ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റൽ. നമ്മുടെ ലൊക്കാലിറ്റിയിലുള്ള എല്ലാ ഹോസ്പിറ്റലുകളും, ഏകദേശം ഒരുവിധം വരുന്ന ഹോസ്പിറ്റലുകളൊക്കെ ഈ ഒരു ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റലുകൾക്ക് ഉദാഹരണമാണ്. നമ്മുടെ ലൊക്കാലിറ്റിയിലുള്ള, നിങ്ങളുടെ അടുത്തുള്ള ഹോസ്പിറ്റൽ നോക്കിക്കോളൂ, അതെന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും? ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റൽ ആയിരിക്കും. വളരെ കുറച്ചു കാലം മാത്രമേ ട്രീറ്റ്മെന്റിന്റെ ബേസിൽ മാത്രം, അതായത് ട്രീറ്റ്മെന്റ് എടുക്കാൻ വേണ്ടി മാത്രം ആ ഒരു ഷോർട്ടർ പീരീഡിലായിരിക്കും പേഷ്യന്റ് അവിടെ സ്റ്റേ ചെയ്യുന്നുണ്ടാവുക. പേഷ്യന്റ് കണ്ടീഷൻ ബെറ്റർ ആയതിനു ശേഷം പേഷ്യന്റ് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി വരികയാണ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ഹോസ്പിറ്റലുകളാണ് എന്ത് പറയുന്നത്? ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ലോങ് സ്റ്റേ ഹോസ്പിറ്റൽ എന്ന് കേട്ടോ. These hospitals offer care that generally requires its patient to stay for a long term, such as months or years in the hospital. Typically, such hospitals will be mental hospital, rehabilitation center, geriatric care centers, palliative care units due to long-term residential needs. These hospitals are built in such a manner that gives it a feel of a home-like environment rather than a hospital.
അതായത് ഈ ഒരു ലോങ് സ്റ്റേ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാല് ലോങ് ടൈം ആയിരിക്കും ഇവിടെ രോഗികൾ തങ്ങുക, ലോങ് ടൈം ആയിട്ടായിരിക്കും ഇവിടെ രോഗികൾ താമസിക്കുക. അത് ചിലപ്പോ ദിവസങ്ങളുടെ കണക്കല്ല ഇവിടെ പറയുന്നത്, ചിലപ്പോ മാസങ്ങളാകാം അല്ലെങ്കിൽ വർഷങ്ങളാകാം. വർഷങ്ങളോ മാസങ്ങളോ ഇവിടെ പേഷ്യൻസ് താമസിച്ചെന്ന് വരാം. അപ്പോ ഈ ഒരു ലോങ് സ്റ്റേ ഹോസ്പിറ്റലിന് എക്സാമ്പിൾ ഇവിടെ പറയുന്നത് മെന്റൽ ഹോസ്പിറ്റൽ എക്സാമ്പിൾ ആണ്. അതായത് മാനസികാശുപത്രിയിലെ, അതായത് നമ്മളിപ്പോ മൂസിലൊക്കെ കാണാറില്ലേ, അതായത് മെന്റലി ഇതായിട്ടുള്ള പേഷ്യൻസിനെ പാർപ്പിച്ചിരിക്കുന്നതാണ് മെന്റൽ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാല്. അവിടെയുള്ള പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ ദീർഘകാലയളവിലാണ് അവിടെ താമസിക്കുന്നത് അല്ലെ. അവര് രോഗം മാറുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല, എന്നാലും എന്താണ് ഒരു ലോങ് ടേം ആയിട്ടാണ് രോഗികൾ അവിടെ പാർപ്പിച്ചിരിക്കുന്നത്. അപ്പൊ മെന്റൽ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ലോങ് സ്റ്റേ ഹോസ്പിറ്റലിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ്. പിന്നെ റീഹാബിലിറ്റേഷൻ സെന്റർ എന്ന് പറഞ്ഞാൽ ഇപ്പോ ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുള്ള ആളുകള്, അതുപോലെ ആൽക്കഹോളിക് അഡിക്റ്റ് ആയിട്ടുള്ള ആളുകളെയൊക്കെ താമസിപ്പിച്ചിരിക്കുന്ന കേന്ദ്രങ്ങൾ എന്താണ്, ഒരു എന്താ പറയാ, ഈ ഒരു ലോങ് സ്റ്റേ ഹോസ്പിറ്റൽസിന് ഉദാഹരണമാണ്. കാരണം ഇപ്പോ 5-6 മാസം കൊണ്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ ആൽക്കഹോളിക് അഡിക്റ്റ് ആയിട്ടുള്ള ആളുകളെ നമ്മൾ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുവരിക. അതൊരു ദീർഘമായിട്ടുള്ള ഒരു കാലയളവാണ്. ആ കാലയളവിനുള്ളിൽ വെച്ചിട്ടാണ് ആ രോഗി പഴയ കണ്ടീഷനിലേക്ക് ആവുന്നത്. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിനെയൊക്കെ താമസിപ്പിച്ചിരിക്കുന്നത് എന്താണ്, ഈ ഒരു ലോങ് സ്റ്റേ ഹോസ്പിറ്റലുകളിലാണ്. അതുപോലെ ജെറിയാട്രിക് കെയർ സെന്റർ, അത് ഈ വാർദ്ധക്യ സഹജമായിട്ടുള്ള രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, ഇപ്പോ റിലേറ്റീവ്സ് ഒന്നും നോക്കാനില്ലാത്തവര്, അങ്ങനെയുള്ള പേഷ്യൻസ് ഒക്കെ ഉണ്ടാവില്ലേ, വാർദ്ധക്യ സഹജമായിട്ടുള്ള രോഗങ്ങളൊക്കെ ഉള്ള വയസ്സായിട്ടുള്ള അച്ഛന്മാരും അമ്മമാരൊക്കെ ഉണ്ടാവില്ലേ, അവരെയൊക്കെ താമസിപ്പിച്ചിരിക്കുന്നത് ഇങ്ങനെയുള്ള ലോങ് സ്റ്റേ ഹോസ്പിറ്റൽസിലാണ്. പിന്നെ പാലിയേറ്റീവ് കെയർ യൂണിറ്റ്സ്, അതായത് കിടപ്പിലായിട്ടുള്ള രോഗികളൊക്കെ ശുശ്രൂഷിച്ചിരിക്കുന്നത് ഈ ഒരു ലോങ് സ്റ്റേ ഹോസ്പിറ്റലുകളിലാണ്. ഇനി ഇവിടെ ഈ ഒരു ലോങ് സ്റ്റേ ഹോസ്പിറ്റലിനുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാല് ഒരു ഹോം ലൈക്ക് എൻവയോൺമെന്റ് ആണ് ഇത് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അവിടെ ചെന്നാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും അവിടെയുള്ള ആളുകൾ തമ്മിൽ എന്താണ്, പരസ്പരം എന്താണ്, ഒരു ഫാമിലി പോലെയാണ് കഴിയുന്നത് അല്ലെ. എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിലോ പരസ്പരം ഷെയർ ചെയ്യാനോ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ എന്താണ് ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റലിൽ നമുക്കത് കാണാനായിട്ട് സാധിക്കില്ല. കാരണം ഷോർട്ട് സ്റ്റേ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കാലയളവിലാണ് രോഗികൾ അവിടെ താമസിക്കുന്നത്. ആളുകൾക്ക് അവരുടെ പ്രൈവസി വെളിപ്പെടുത്താനായിട്ട് ഉദ്ദേശം ഉണ്ടാവില്ല. കാരണം അവരെന്തിനാണോ വന്നത്, ഒരു ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടാണ് അവർ വന്നതെങ്കിൽ ആ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് അവർ തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ചിലപ്പോൾ അപ്പുറത്ത് കിടക്കുന്ന അല്ലെങ്കിൽ അപ്പുറത്തെ ബെഡിൽ കിടക്കുന്ന രോഗിയുമായിട്ട് ചിലപ്പോൾ കുശലാന്വേഷണം നടത്തിയേക്കാം, പേരെന്താണ് അല്ലെങ്കിൽ വീട് എവിടെയാണ്, എന്താണ് രോഗം എന്നൊക്കെ ചോദിച്ചേക്കാം. പക്ഷെ അതിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങളൊന്നും നമ്മൾ ഷെയർ ചെയ്യില്ല. എന്നാൽ ലോങ് സ്റ്റേ ഹോസ്പിറ്റലിൽ നമ്മൾക്ക് ചെന്നാൽ കാണാനായിട്ട് സാധിക്കും അവരൊരു ഫാമിലി പോലെയാണ്. എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് അറിയാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള ഹോസ്പിറ്റലുകളാണ് ഇത് ലോങ് സ്റ്റേ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഡൗട്ട് ഉണ്ടോ കാര്യത്തിൽ എന്തെങ്കിലും? ലെങ്ത് ഓഫ് സ്റ്റേ ക്ലിയർ ആണ് അല്ലേ? ഓക്കെ. അപ്പോ ഈ ഒരു ചാപ്റ്റർ ഇവിടെ തീർന്നു കേട്ടോ. അപ്പൊ നമ്മുടെ ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റലിന്റെ ചാപ്റ്റർ ഇവിടെ തീർന്നു. അപ്പൊ ഇതൊന്ന് നാളെ നോക്കിയിട്ട് വരിക. ഇനി അതിന്റെ താഴെ കുറച്ച് അബ്രീവിയേഷൻസ് കൊടുത്തിട്ട് അതൊന്ന് നോട്ട് ചെയ്തെടുക്കും കേട്ടോ നിങ്ങള്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നോട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നാളെ കൊണ്ടുവരാം കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പൊ അബ്രീവിയേഷൻ കണ്ടോ? PHC പ്രൈമറി ഹെൽത്ത് സെന്റർ, FHC ഫാമിലി ഹെൽത്ത് സെന്റർ, CPHC കോംപ്രഹെൻസീവ് പ്രൈമറി ഹെൽത്ത് കെയർ, SWAJ സ്റ്റെപ്പ് വൈസ് അപ്രോച്ച് ടു എയർവേ ഡിസീസ്, COPD ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ്, ആൻഡ് ആശ അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ്. നിങ്ങൾ കേട്ടിട്ടില്ലേ ആശാ വർക്കർ എന്ന് കേട്ടിട്ടില്ലേ? ആശാ വർക്കർ കേട്ടിട്ടില്ലേ? ആണ് അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് കേട്ടോ. പിന്നെ AWW അംഗൻവാടി വർക്കർ, WHSNC വാർഡ് ഹെൽത്ത് സാനിറ്റേഷൻ ആൻഡ് ന്യൂട്രീഷൻ കമ്മിറ്റി. ഇത്രയും കാര്യങ്ങളൊന്നും പെട്ടെന്ന് നോട്ട് ചെയ്യാം കേട്ടോ.
അല്ലേ? കറക്റ്റ് അറിയില്ല കേട്ടോ. എഴുതി കഴിഞ്ഞെങ്കിൽ പറയാട്ടോ. കഴിഞ്ഞോ? കഴിഞ്ഞല്ലേ? അപ്പോ നമ്മളിന്ന് സൈസ് പഠിച്ചു കഴിഞ്ഞതാണ്. സ്മോൾ ഹോസ്പിറ്റൽ എന്നും മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽ എന്നും ലാർജ് ഹോസ്പിറ്റൽ എന്നും തിരിച്ചിട്ടുണ്ട്. കൂടാതെ ലെവൽ ഓഫ് കെയർ എന്താണ്? പ്രൈമറി കെയർ അല്ലെ? പ്രൈമറി കെയർ ഉണ്ട്, സെക്കൻഡറി കെയർ ഉണ്ട്, ടെർഷ്യറി കെയർ ഉണ്ട്. പ്രൈമറി കെയർ എന്ന് പറഞ്ഞ ആരെങ്കിലും ഒരാള്? പ്രൈമറി കെയർ എന്തൊക്കെയാണ് പ്രൈമറി കെയറിൽ കൊടുക്കുന്ന ബേസിക് ആയിട്ടുള്ള സർവീസുകൾ? ഔട്ട് പേഷ്യന്റ്, വാക്സിനേഷൻ, സീസണൽ ഇൻഫെക്ഷൻ, പിന്നെ നോർമൽ ഡെലിവറി. ഓക്കെ. പ്രൈമറി കെയറിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത് എന്താണ് അപ്പോ? PHC. ഇനി സെക്കൻഡറി കെയർ ആണെങ്കിലോ? CHC. General surgery, non-complex specialty surgeries, basic intensive care clinic. ഓക്കെ. എക്സാമ്പിളോ? CHC. ഇനി ടെർഷ്യറി കെയർ ആണെങ്കിലോ? അഡ്വാൻസ്ഡ് ലെവൽ ഓഫ് കെയർ, ജനറലി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റല്. എക്സാമ്പിളുകള് മെഡിക്കൽ കോളേജ്, പിന്നെ അവരുടെ ICU, മോസ്റ്റ് അഡ്വാൻസ്ഡ് എക്യുപ്മെന്റ് ICU ആൻഡ് ഓപ്പറേഷൻ തിയേറ്റേഴ്സ്. എക്സാമ്പിള് മെഡിക്കൽ കോളേജസ്. ഓക്കെ. ഇനി ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റീസിലാണെങ്കിലോ എങ്ങനെയാ വരുന്നത്? ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റീസ് ക്ലിനിക്കില് കാർഡിയാക് കെയർ ആണെങ്കിൽ കാർഡിയാക് ഹോസ്പിറ്റൽ. ഓങ്കോ കെയർ ആണ് കൊടുക്കുന്നില്ല, ഓങ്കോ ഹോസ്പിറ്റൽ. പല സ്പെഷ്യാലിറ്റീസ് അല്ലെ ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റീസ് അനുസരിച്ചിട്ട് ഡിവൈഡ് ചെയ്തിരിക്കും.
ഇനി ഓണർഷിപ്പിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ എത്രയായിട്ട് തിരിച്ചിട്ടുണ്ട്? പബ്ലിക്, പ്രൈവറ്റ് ഹോസ്പിറ്റൽ എന്നും പ്രൈവറ്റ് ഹോസ്പിറ്റൽ എന്നും പബ്ലിക് എന്നും തിരിച്ചിട്ടുണ്ട് അല്ലെ. അതിനകത്ത് പബ്ലിക്കിൽ എന്തൊക്കെയാ വരുന്നത്? സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ്, ഹോസ്പിറ്റൽസ്, PSU ഹോസ്പിറ്റല്. ഇനി പ്രൈവറ്റിലാണെങ്കിലോ? ഫോർ പ്രോഫിറ്റ് പ്രൈവറ്റ് ഹോസ്പിറ്റല്, ഓൺലി ഫോർ പ്രോഫിറ്റ്. ഓക്കെ. ഇനി ഇൻഡിവിജ്വൽ പാർട്ട്ണർഷിപ്പ് ഹോസ്പിറ്റൽ, പാർട്ണർഷിപ്പ്, പിന്നെ ഇൻഡിവിജ്വൽ പാർട്ണർഷിപ്പ്, കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽസ്, നോട്ട് ഫോർ പ്രോഫിറ്റ് ഹോസ്പിറ്റൽ. ഓക്കെ. സിസ്റ്റം ഓഫ് മെഡിസിന്റെ അടിസ്ഥാനത്തിലാണെങ്കിലോ? അലോപ്പതി, ഹോമിയോപ്പതി, ആയുർവേദ ആൻഡ് യുനാനി. ഓക്കെ. ഇനി ലെങ്ത് ഓഫ് സ്റ്റേ എങ്ങനെയാണ്? ഷോർട്ട് സ്റ്റേ ആൻഡ് ലോങ് സ്റ്റേ. ഷോർട്ട് സ്റ്റേയിലെ ആളുകൾ താമസിക്കുന്ന കാലയളവ് എത്രയാ? 2 days to 20 days. ഓക്കെ. ഇനി ലോങ് സ്റ്റേയിലാണെങ്കിലോ? Months and year. Months and year ആണ് അല്ലെ. ഓക്കെ. ലോങ് സ്റ്റേ ഹോസ്പിറ്റൽ എക്സാമ്പിൾ ഒരെണ്ണം പറഞ്ഞേതാ? മെന്റൽ ഹോസ്പിറ്റൽ, റിഹാബിലിറ്റേഷൻ സെന്റർ, ജീഡിയാട്രിക് സെന്റർ, പാലിയേറ്റീവ് കെയർ യൂണിറ്റ്സ് അല്ലേ. അപ്പൊ ഇത്രയും കാര്യങ്ങള് നിന്നിരുന്ന് വായിക്കാം കേട്ടോ രാത്രി. എന്നിട്ട് നാളെ വായിച്ചിട്ടൊന്ന് വരിക. ഓക്കെ. അപ്പൊ വൈൻഡപ്പ് ചെയ്യാൻ കേട്ടോ. ഓക്കെ. താങ്ക് യു. താങ്ക് യു.